സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷാനവാസിനോട് സംസാരിക്കുവാൻ വേണ്ടി ചെന്നതായിരുന്നു അനുമോൾ. ആദിലയും നൂറയും ഷാനവാസും ഇന്നലെ ലൈവിൽ അടികൂടിയത് നമ്മൾ കണ്ടുകഴിഞ്ഞ കാര്യമാണല്ലോ. അതേ തുടർന്ന് മൂന്നുപേരും മൂന്നു വഴിക്കായിരുന്നു. ഷാനവാസ് പറഞ്ഞു, ഇനി അവരുമായി ഒരു ബന്ധവുമില്ല, അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കും എന്നുള്ള തരത്തിലെല്ലാം സംസാരിച്ചുകൊണ്ടായിരുന്നു ഷാനവാസ് കോൺവെർസേഷൻ അവസാനിപ്പിച്ചിരുന്നത്. അനുമോൾ ആദിലയോടും നൂറയോടും ചെന്നു പറഞ്ഞു, നിങ്ങൾ പരസ്പരം ചെളിവാരി എറിയല്ലേ, നിങ്ങൾ എത്രത്തോളം സ്നേഹത്തോടു കൂടി നടന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷാനവാസ്കയുമായി ഒന്ന് ഇരുന്ന് സംസാരിച്ച് എല്ലാം സോർട്ട് ഔട്ട് ചെയ്യണം. ബിഗ് ബോസ് കഴിഞ്ഞാലും കൊണ്ടുപോകേണ്ട ഒരു റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു കോട്ടം വരുത്തരുത് എന്നുള്ള തരത്തിലായിരുന്നു അനുമോൾ ആദിലയോടും നൂറയോടും സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ആദിലയും നൂറയും പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും സംസാരിക്കാനില്ല, ഇക്ക ഞങ്ങൾക്ക് മുഖം പോലും തരുന്നില്ല, ആ മനുഷ്യനോട് പിന്നെ എന്ത് പോയി സംസാരിക്കാനാണ്. അപ്പോൾ അനുമോൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് എണീറ്റ് പോവുകയായിരുന്നു. അങ്ങനെയാണ് ഷാനവാസിന്റെ അടുക്കൽ പോയി ഷാനവാസിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയത്. അപ്പോൾ ഷാനവാസിനോട് പറഞ്ഞു, ഇക്ക അവർക്ക് ഒരുപാട് വിഷമമായി, അവർ അവിടെ ഇരുന്ന് കരയുകയാണ്, ഇങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങൾ തമ്മിൽ എത്രത്തോളം സ്നേഹത്തിൽ കഴിഞ്ഞ വ്യക്തികളാണ്, പിന്നെ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചളിവാരി എറിയുന്നത്, ഒന്ന് ക്ഷമിച്ചൂടെ, എന്തിനാണ് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് എന്നായിരുന്നു സംസാരിച്ചത്. ഇത് കേട്ടപ്പോൾ ഷാനവാസ് പറഞ്ഞു, എനിക്ക് അവരോട് ഒന്നും സംസാരിക്കുവാനില്ല, സംസാരിച്ചിടത്തോളം മതിയായിട്ടുണ്ട്, അവരെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചവരാണ്, അവരാണ് എന്നെ പിന്നിലിരുന്ന് കുത്തിയത്, അവരിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല, അവരെ ഞാൻ എന്റെ സ്വന്തം മക്കളെ പോലെയാണ് കൊണ്ടു നടന്നത്, അവൾ വാപ്പ എന്നുള്ള ഒരു സ്ഥാനത്തായിരുന്നു എന്നെ കണ്ടിരുന്നത്, എന്നിട്ടാണ് അവൾ എന്നോട് ഈ ചെയ്തത്. അത് കേട്ടപ്പോൾ അനുമോളും പറഞ്ഞു, അതേ ഇക്ക, അവൾ നിങ്ങളെ വാപ്പയുടെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്, അതുകൊണ്ട് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്ക് ഇക്ക എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞു, ഇതുപോലെ പല തെറ്റുകളും ക്ഷമിച്ചാണ് ഞാനിപ്പോൾ ഈ വഴിയായത്. പിന്നെ ഷാനവാസ് അവർക്ക് വേണ്ടി ചെയ്ത കുറച്ച് കാര്യങ്ങളെല്ലാം അനുമോളോട് പറഞ്ഞ് അനുമോളോട് തിരിച്ചു പോകാൻ പറയുകയായിരുന്നു. ഇത് കേട്ട് അനുമോൾ അവരുടെ അടുത്ത് പോയി പറഞ്ഞു, ഇക്ക ഒന്നിനും കൂട്ടാക്കുന്നില്ല, പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.